അപ്പം ഈ ഒരു എഞ്ചിനീയറിംഗിൽ എക്സ്പോഷർ കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ മാക്സിമം കൂടുതൽ സ്കിൽസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. സ്കിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫ്കോഴ്സ് നമ്മളെ കരിക്കുലം അല്ലെങ്കിൽ നമ്മുടെ സിലബസ് അത് ആരോ മുമ്പേ ആദ്യമേ റിട്ടേൺ ആയിട്ടുള്ള ടെക്നോളജീസ് നമ്മൾ പഠിക്കുന്നത്. ഓഫ്കോഴ്സ് പ്രത്യേകിച്ച് നമ്മുടെ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ടെക്നോളജി കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അത് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു രാത്രി കൊണ്ടാണ് AI എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയൊരു ബൂം തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ മാക്സിമം അപ്ഡേറ്റഡ് ആയിരിക്കുക. പിന്നെ പുറത്തുള്ള സ്കിൽസുകൾ നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. അതിൽ എല്ലാ സ്കിൽസും നമുക്ക് പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. പക്ഷേ നമുക്ക് ഫേവറേറ്റ്, നമുക്ക് യോജിക്കുന്ന അല്ലെങ്കിൽ നല്ലതെന്ന് തോന്നുന്ന സ്കിൽസ് ഉണ്ടാവും. ആ സ്കിൽസ് അല്ലെങ്കിൽ നമുക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന സ്കിൽസ് ഉണ്ടാവും. ആ സ്കിൽസ് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം. മാക്സിമം എക്സ്പ്ലോർ ചെയ്താൽ തന്നെ നമ്മൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 4 കൊല്ലം ഉള്ളത്, ഇപ്പോൾ നോർമൽ ഡിഗ്രി 4 കൊല്ലമായിട്ടുണ്ടോ അല്ലേ? അപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെ 4 കൊല്ലം നമ്മൾ ഫസ്റ്റ് ഇയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4th ഇയർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ബ്രൂസ്ലി അല്ലേ പറഞ്ഞ പോലെ ഒരേ സ്റ്റെപ്പ് 1000 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ പ്രോ ആയി എന്ന് പറയുന്ന പോലെ നമ്മൾ ആ സ്കില്ലിൽ കൂടുതൽ പ്രോ ആയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപാട് നമുക്ക് അതിന് ജോബ് ഉറപ്പാണ്. അപ്പോൾ ജോബില്ല എന്ന് കൂടുതൽ ആൾക്കാർ പറയുന്ന കേൾക്കാം. അതിൻ്റെ പ്രശ്നം ഇതാണ്, സ്കിൽസ് മാക്സിമം ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒന്നും കിട്ടാത്തത്, ഇങ്ങനെ ജോബ് കിട്ടാത്തൊരു സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ മാക്സിമം പഠിക്കുന്ന സമയത്ത് തന്നെ സ്കിൽസും കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. പിന്നെ സിലബസിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മുടെ കോളേജിലെ സിലബസിനെ മാക്സിമം ഡിപ്പെൻഡ് ചെയ്യാണ്ട് അത് വേണം അത് വേണ്ടെന്നല്ല, അതാണ് ബേസിക്സ്. പക്ഷേ അതിന് പുറമെ ആയിട്ട് നമ്മൾ മാക്സിമം ഗൂഗിളും യൂട്യൂബും ഇപ്പോൾ ChatGPT പോലത്തെ AI ടൂൾസ് എല്ലാം ഉണ്ട്, അതൊക്കെ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ്.